സമൂഹത്തെ തെറ്റായ വഴികളിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ പ്രധാനമായും അതിന് പറയുന്ന കാരണങ്ങൾ എന്താണ്? ആ കാരണങ്ങളിൽ സമൂഹം അകപ്പെട്ടു പോകുന്നത് ഏത് രൂപത്തിലാണ്? അത്തരത്തിലുള്ള കാരണങ്ങളുടെ ദുർബലത വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സത്യത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും സത്യത്തിൽ നിലകൊള്ളാനും സാധിക്കുന്നു എന്നതാണ്. ദുന്യാവിൽ നമുക്ക് ലഭിച്ച എല്ലാ സൗകര്യങ്ങളെയും നമ്മൾ എടുക്കുക. വീടാകട്ടെ, വാഹനമാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, ഏത് രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെയും നമ്മൾ എണ്ണിയെടുക്കുക. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന അനുഗ്രഹം വിശുദ്ധ ഇസ്ലാം എന്ന സത്യമായിരിക്കും എന്നതിൽ സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ അസൂയയോടെ നോക്കിക്കാണുന്ന ആളുകളുണ്ടാകും. അതോരോന്നും എടുത്തു പറഞ്ഞ് നമ്മളോട് കുശുമ്പ് കാണിക്കുന്ന, വാശി കാണിക്കുന്ന സമപ്രായക്കാരും കുടുംബത്തിൽപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെയുണ്ടാകും. ദുന്യാവിലെ സുഖങ്ങൾ ഓരോന്നും പറഞ്ഞ് അവർ നമ്മളെ പ്രശംസിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെപ്പറ്റി വാതോരാതെ അവർ പറയും. അതെല്ലാം ഒന്നുകിൽ അസൂയ, അല്ലെങ്കിൽ അഹന്ത, വാശി കാണിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങും. സത്യം എന്ന അനുഗ്രഹത്തോട് ലോകത്തുള്ള നല്ലൊരു ശതമാനം ആളുകൾ നിഷേധ മനസ്സോടുകൂടിയാണ് ഉണ്ടാകുക. എല്ലാ അർത്ഥത്തിലും നിഷേധിക്കും. അത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായാലും ശരിയായ രീതിയിൽ നമുക്ക് ലഭിച്ച ചരിത്രങ്ങളാണെങ്കിലും കേൾക്കേണ്ട താമസം, അറിയേണ്ട താമസം, നഖശിഖാന്തം എതിർക്കുന്ന, പരിപൂർണമായും അതിനെ അവഗണിക്കുന്ന മനോഭാവം നല്ലൊരു ശതമാനം ആളുകളിൽ ഉണ്ടാകും എന്നതാണ്. അവിടെയാണ് വിശ്വാസികളുടെ പ്രസക്തി. എല്ലാവരും എതിർക്കുന്ന, എല്ലാവരും വെറുപ്പോടുകൂടി കാണുന്ന ഒരു കാര്യത്തെ ജീവിതത്തിൻ്റെ മുഴുവൻ നിമിഷങ്ങളിലും ചേർത്ത് പിടിക്കുക, അതിനുവേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ച കാര്യം നോക്കൂ നിങ്ങൾ. ലഖദ് ജിഇനാകും ബിൽ ഹഖ്, പ്രവാചകരെ നിങ്ങൾ സത്യവുമായി അവരെ സമീപിച്ചിരിക്കുന്നു. എല്ലാവരും കേൾക്കെ നിങ്ങൾ സത്യം വിളിച്ചു പറയുന്നു. വലാകിന്ന അക്സറകും ലിൽ ഹഖ് കാരിഹൂൻ, പക്ഷേ കേൾക്കുന്നവരിൽ അധിക പേരും, സാക്ഷികളാകുന്നവരിൽ അധിക പേരും ആ സത്യത്തെ നിഷേധിക്കുകയാണ്, വെറുപ്പോടുകൂടി സമീപിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. വളരെ ഗൗരവത്തോടെയാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച കാര്യത്തെ വിശ്വാസികൾ കേൾക്കേണ്ടത്. സത്യം എന്നത് നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ശരീരത്തിലെ
പ്രത്യക്ഷമായി കാണുന്ന ഏതെങ്കിലും ഒരവയവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അവയവത്തിൽ സത്യമുണ്ട്, നേരുണ്ട് എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ ഹിദായത്ത് നമ്മുടെ മനസ്സിലാണ് ഉറക്കേണ്ടത്. മനസ്സെന്ന അവയവത്തെ ആരും കണ്ടിട്ടില്ല. അതിൽ എത്ര ശതമാനമാണ് ഈമാനുള്ളത്? ഈമാനിന്റെ വളർച്ചയാണോ തളർച്ചയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ആരാ ഇത് കണ്ടത്? നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് അറിയുക? സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആത്മാർത്ഥതയുടെ കുറവനുസരിച്ച് ഹിദായത്തിന് മാറ്റം വരുന്നുണ്ടോ, വ്യത്യാസം വരുന്നുണ്ടോ നമുക്കറിയില്ല. അലസതയും മടിയും മടുപ്പുമായി സൽക്കർമ്മങ്ങളെ തൊട്ട് പിറകോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അല്ലാഹു തന്ന ഹിദായത്തിന് അത് ബാധിക്കുന്നുണ്ടല്ലോ എന്ന പേടി എത്ര ശതമാനമാണ് നമുക്കുണ്ടാകാറുള്ളത്? നമ്മൾ ആരും അതിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഈമാനുള്ളതിനനുസരിച്ച് അത് എത്രത്തോളം ഉറക്കുന്നുണ്ടോ അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാനും ആർജിക്കാനും കഴിയുന്ന സൗഭാഗ്യമാണ് സഹോദരങ്ങളെ മരണം വരെ ഇതിൻ്റെ ഭാഗമായി മാറാനും ജീവിക്കാനും കഴിയുക എന്നത്. നമ്മുടെ സമൂഹം പഠിപ്പിക്കപ്പെടുന്നത് മനസ്സിൻ്റെ അവസ്ഥ അറിയാൻ ഉസ്താദുമാരെന്ന് പറയുന്ന, മുസ്ലിയാക്കന്മാരെന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവരാകട്ടെ അവർക്ക് സാധിക്കും എന്നാണ്. വളരെ അപകടകരമായി ഇന്നും സമൂഹം പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് മനസ്സിൻ്റെ അതിനെ ബാധിക്കുന്ന രോഗത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഇത്തരത്തിലുള്ള തൗഹീദിന്റെ മുന്നേറ്റങ്ങൾ, പ്രയാണങ്ങൾ പ്രസക്തമാകുന്നത്. രോഗം സമൂഹത്തെ പിടികൂടുമ്പോൾ ആരോഗ്യ വകുപ്പിൽപ്പെട്ട ആളുകൾ അങ്ങാടികളിൽ വരും, വീട് വീടാന്തരം നോട്ടീസുമായി വരും. ഒരു വാഹനം എല്ലാ ഊടുവഴികളിലൂടെയും വിളംബരം നടത്തി പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടാകും. എന്താണ് അതിലൂടെ കേൾക്കുന്നത്? എന്താണ് അതിലൂടെ വായിക്കുന്നത്? എന്താണ് ആരോഗ്യരംഗത്തുള്ളവർ നമുക്ക് കൈമാറുന്നത്? ഇന്ന രോഗം പടർന്നു പിടിക്കുന്നുണ്ട്, ഇന്ന അസുഖം വ്യാപിക്കുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ആരും പരാതി പറയാറില്ല. നോട്ടീസ് ഇവിടെ തരണ്ട, ഞങ്ങളെ നാട്ടിലേക്ക് ആ വാഹനം വരേണ്ടതില്ല, ഡോക്ടർമാരോ ഹെൽത്തിൽപ്പെട്ട ആളുകളോ ഞങ്ങളെ വീട്ടിലേക്ക് വരേണ്ടതില്ല, ആരും പറയാറില്ല. എന്തുകൊണ്ട് പറയാറില്ല? ശരീരത്തെ ഉറപ്പായും ബാധിക്കാൻ സാധ്യതയുള്ള പ്രശ്നത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് നമുക്കിടയിലേക്ക് അവർ വരുന്നത്. സഹോദരങ്ങളെ, ആ ശരീരം നിവർന്നു നിൽക്കാൻ, അതിന് ജീവനുണ്ടാകാൻ ഏറ്റവും പ്രധാനം മനസ്സ് ഉണ്ടാകണം എന്നതാണ്. ആ മനസ്സിനെ ബാധിക്കുന്ന ഏതേത് അന്ധവിശ്വാസങ്ങളുണ്ടോ, അനാചാരങ്ങളുണ്ടോ, അതേപോലെ തന്നെ തെറ്റായ ചിന്തകളുണ്ടോ, ആ ചിന്തകളെ പ്രതിരോധിക്കാനുള്ള കൃത്യമായ മരുന്ന് പറഞ്ഞു കൊടുക്കലാണ് വിശ്വാസികളായ നമ്മുടെ ബാധ്യത. അതാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഭാഗത്തൊക്കെയുള്ള, അഥവാ പഴയ കാലം മുതലേ മുജാഹിദ് കുടുംബത്തിലാണ്, ഒരുപാട് മുജാഹിദുകളുള്ള പ്രദേശത്താണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതില്ല, കേൾക്കേണ്ടതില്ല, അങ്ങനെയുള്ള ഒരു മനോഭാവം കൂടുതലായി ബാധിക്കാൻ സാധ്യതയുള്ളവരാണ് നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ഉള്ളവരൊക്കെ. ആ ധാരണ തിരുത്താൻ ചെറിയ ഒരു ഉദാഹരണം മതി. അഥവാ അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് നാടുകളിലും കേരളത്തിൻ്റെ മറ്റു ജില്ലകളിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളെപ്പറ്റി മുന്നറിയിപ്പും താക്കീതും വരുമ്പോൾ അത് എൻ്റെ ജില്ലയിലല്ല, എൻ്റെ പഞ്ചായത്തിലല്ല, എൻ്റെ സംസ്ഥാനത്തിലല്ല, എൻ്റെ രാജ്യത്തിലല്ല എന്ന മനോഭാവം നമ്മൾ ആരും സ്വീകരിക്കാറില്ല. സാഗൂതം ശ്രദ്ധിക്കാറുണ്ട്, വളരെ കണിശമായി കേൾക്കാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വീടിൻ്റെ പടിവാതിൽക്കൽ അതെത്തും,
എൻ്റെ വീട്ടിലുള്ള ഒരാളിലൂടെ എന്നെ അത് ബാധിക്കുമെന്ന പേടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആ ചിന്താഗതി മാറ്റിയെടുക്കണം. മുജാഹിദുകൾ എന്ന് പറയുന്ന എത്രയോ വീടുകൾ പല നിലക്കുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പല കാരണങ്ങളാലും മാറ്റപ്പെടുന്നുണ്ട്. ഒന്നുകിൽ മരുമകൾ കാരണമാണ്, അല്ലെങ്കിൽ മരുമകൻ കാരണമാണ്, അല്ലെങ്കിൽ വീട് മാറിപ്പോയി, അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്ത് മറ്റു പലരും താമസിക്കാൻ വന്നു, കച്ചവടത്തിൽ കൂടെയുള്ളവർ മറ്റു നാടുകളിൽ പോയി കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അതിലൂടെ കടന്നു വരാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ചിതലിൻ്റെ സ്വഭാവം എപ്പോഴും നമ്മൾ ഓർക്കണം. ഒരു തരി മണ്ണ് കിട്ടിയാൽ അത് മരത്തിലും കടലാസിലും കയറിപ്പറ്റും. ആ കടലാസിനെ തിന്ന് തീർക്കും, ആ മരത്തെ തിന്ന് നശിപ്പിക്കും. അത് ചിതലിൻ്റെ പൊതുവായ പ്രകൃതമാണ്. ഇതുപോലെ അന്ധവിശ്വാസത്തിന് മാരകമായ ഒരു പ്രശ്നമുണ്ട്. അത് മനസ്സിൽ കയറിയാൽ, മനസ്സിലിടം പിടിച്ചാൽ, പൈശാചികമായ തോന്നൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിറകോട്ട് പോവുക, പിന്മാറുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയും നാം അറിയുന്നവർക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ കണിശമായി തന്നെ കേൾക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അറിയാൻ കഴിവുള്ളവൻ ആരാണ്? അങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ എന്താണ് ഉത്തരം? ഏതൊരു ചെറിയ കുട്ടിയും നൽകുന്ന ഉത്തരം അല്ലാഹു എന്നതാണ്. അല്ലാതെ ആർക്കും കഴിയില്ല. മനസ്സിൻ്റെ അവസ്ഥയും അതിൻ്റെ ചലനവും, അതിൽ ഈമാനാണോ, അതല്ല കുഫറാണോ, അതല്ല കാപഢ്യമാണോ, അതല്ല കാലിയാണോ, ഇതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. പക്ഷേ സമൂഹം പഠിപ്പിക്കപ്പെടുന്നു, മരണപ്പെട്ടവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും മനസ്സിൽ ഈമാനുണ്ടോ ഇല്ലയോ അതറിയാൻ അവർക്ക് സാധിക്കും എന്നാണ്. നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള സമസ്ത വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആൾ. ഒരു വിഭാഗം സമസ്തയുടെ പ്രസിഡന്റാണ്. അയാൾ ഈ അടുത്ത് മരണപ്പെട്ട ഒരു മുസ്ലിയാരെക്കുറിച്ച്, EK മുസ്ലിയാരെക്കുറിച്ച് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ കാണാം, ഷെയ്ഖുനയുടെ ജീവിതം ശരീഅത്തിന്റെ റൂട്ടിലായിരുന്നു. ആരുടെ ഹൃദയത്തിലേക്ക് നോക്കാനും ഈമാനുണ്ടോ എന്ന് പറയാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആരെ ഹൃദയത്തിലേക്ക് നോക്കാനും ഈമാനുണ്ടോ എന്ന് പറയാനും ആർക്ക് സാധിച്ചിരുന്നു? ഷെയ്ഖുന എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉസ്താദിന് കഴിഞ്ഞിരുന്നു എന്നാണ്. എന്തെങ്കിലും ഒരു സാധാരണ കാര്യം പറയാനോ അല്ലെങ്കിൽ ഊഹിക്കാനോ എന്ന് പറഞ്ഞതാണെങ്കിൽ നമുക്ക് ആ നിലക്കതിനെ കാണാം. ഒരാളെ മനസ്സിൽ ഈമാനുണ്ടോ ഇല്ലയോ, അതെങ്ങനെ സഹോദരങ്ങളെ ഒരു മനുഷ്യന് പറയാൻ കഴിയുക? നുബുവത്ത് നൽകപ്പെട്ട പ്രവാചകന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? അത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അല്ലാഹ്. അതുപോലെ തന്നെ മനസ്സുകളിൽ മറച്ചു വെച്ചത്, ഗോപ്യമാക്കി വെച്ചത് അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതാർക്കും പൂർണ്ണമായി അതിൻ്റെ അവസ്ഥ പറയാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഈ അധ്യാപനത്തിന് നിരക്കാത്ത ഒരു വാദം സമൂഹം പഠിപ്പിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ യഥാർത്ഥ വിശ്വാസികൾക്ക് കഴിയുമോ? പ്രാമാണികമായി പ്രതികരിക്കാതിരിക്കാനാകുമോ? ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഞങ്ങൾ അറിയേണ്ടതില്ല എന്ന നിലക്ക് അവഗണിക്കേണ്ടതും മാറ്റിവെക്കേണ്ടതുമായ കാര്യമാണോ? ഒരിക്കലും അല്ല. നമ്മളെപ്പോലെ മാംസമുള്ള രക്തമുള്ള ജീവനുള്ള മനുഷ്യർ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന പേടി സഹോദരങ്ങളെ സദാസമയം നമുക്കുണ്ടാകണം. നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വനാദാ നൂഹു റബ്ബഹു. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു പറഞ്ഞു. ഫഖാല, എൻ്റെ റബ്ബേ, ഫഖാല റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ബിനി മിൻ അഹ്ലി, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. നൂഹ് നബി അലൈഹിസ്സലാം
വേറെ ആരെയും വിളിച്ചില്ല. അള്ളാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. എന്തിനാ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അങ്ങനെ ഒരു പ്രയാസം പറഞ്ഞത്? നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ മകനുണ്ടാകണം. ഭൗതികമായി എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. എന്താ അള്ള കൊടുത്ത മറുപടി? അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമയെ വിളിച്ചു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നൂഹേ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ നല്ല പ്രവൃത്തി ചെയ്തവനല്ല, മോശം പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ചവനാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കരുത്, മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യം എന്നോട് ചോദിക്കരുത്. എന്താ സഹോദരങ്ങളെ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്? നൂഹ് നബി അലൈഹിസ്സലാം വിചാരിച്ചത് അദ്ദേഹത്തിന്റെ രക്തത്തിലുണ്ടായ മകൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നാണ്. ഏതാ യഥാർത്ഥ കുടുംബം? അള്ളാഹു ഏൽപ്പിച്ച സന്ദേശം സമൂഹത്തോട് പറഞ്ഞപ്പോൾ അത് കേട്ട് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കൂടെ ചേർന്നവരാണ് വിശ്വാസികളാകുന്ന കുടുംബം. ആ കുടുംബത്തിൽ തൻ്റെ മകനില്ല എന്നത് മകന്റെ മനസ്സ് നോക്കി പറയാൻ നൂഹ് നബി അലൈഹിസ്സലാമക്ക് സാധിച്ചിട്ടില്ല. ഉലുൽ അസ്മിൽപ്പെട്ടവരാണ് നൂഹ് നബി അലൈഹിസ്സലാം, ചില്ലറക്കാരനല്ല. നൂഹ് നബി അലൈഹിസ്സലാമക്ക് തൻ്റെ മകൻ മോശക്കാരനാണ്, വിശ്വാസമില്ലാത്തവനാണ് എന്ന് മനസ്സ് നോക്കി പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെങ്ങനെ കൂട്ടരെ, സാധാരണ നിലയിൽ ജീവിച്ച ഒരാൾക്ക് അയാൾ ഏത് ഷെയ്ഖാകട്ടെ, ഏത് വലിയാകട്ടെ, ആരാകട്ടെ, എങ്ങനെയാണ് അയാൾക്ക് സാധിക്കുക? വിശുദ്ധ ഖുർആനിന് തീർത്തും എതിരായ ചിന്തകളാണ്, വിശ്വാസങ്ങളാണ് സമൂഹം പഠിപ്പിക്കപ്പെടുന്നത്. എത്രയോ നാം കേട്ട ചരിത്രമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുത്ത പിതൃവ്യൻ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട്, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ പിതൃവ്യാ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എത്ര സമയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർക്ക് മനസ്സറിയാൻ, മനസ്സിൽ ഈമാനുണ്ടോ, ഈമാനോടുകൂടിയാണോ മരിക്കുക, അതല്ല കാഫിറായിട്ടാണോ മരിക്കുക എന്നറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആവർത്തിക്കുവോ? എളാപ്പാനോട് അങ്ങനെ കൽപ്പിക്കുവോ? ഇല്ല. മറിച്ച് അല്ലാഹ് ആയത്തിറക്കി കൊടുത്തു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഹിദായത്തിൽ കൊണ്ടുവരിക സാധ്യമല്ല. അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കും. ഒരാൾക്കും സഹോദരങ്ങളെ മനസ്സിൽ ഈമാനുണ്ടോ ഇല്ലയോ, മനസ്സിൽ എന്താണ് അതറിയാനും മനസ്സിലാക്കാനും കഴിയില്ല. പ്രവാചകന്മാർക്ക് സാധിച്ചിട്ടില്ല, സ്വഹാബത്തിന് സാധിച്ചിട്ടില്ല, ഉത്തമ തലമുറയിൽ ജീവിച്ചവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ആളിപ്പടരുമ്പോൾ തൗഹീദിന്റെ ശബ്ദം നിലക്കാതെ തുടരണം. അത് മുഴങ്ങിക്കൊണ്ടിരിക്കണം, അത് ജ്വലിച്ചുകൊണ്ടിരിക്കണം. ആ ദൗത്യ നിർവഹണമാണ് പ്രിയപ്പെട്ടവരെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് ചരിത്രത്തിൽ 4 ഖുലഫാവുകളെ അറിയാം, അറിയാത്തവരാരുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയാം. അവരെങ്ങനെ അറിയപ്പെട്ടത്? ലോകം നിയന്ത്രിക്കുന്ന 4 അഖ്താബുകൾ എന്ന നിലക്കാണോ? ലോകത്ത് സൂഫികൾ പ്രചരിപ്പിച്ച തെറ്റായ ദുഷിച്ച ഒരു വിശ്വാസമാണ് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവ് നൽകപ്പെട്ട, അവർ ജീവിച്ചതാകട്ടെ മരിച്ചതാകട്ടെ, കഴിവ് നൽകപ്പെട്ട മഹാന്മാർ, ഔലിയാക്കൾ ഉണ്ട് എന്നത് ലോകത്ത് ഷിയാക്കളും സൂഫികളും പ്രചരിപ്പിച്ച ഒരു സംഗതിയാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ യഥാർത്ഥ വിശ്വാസികളുടെ ആശയമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ പരിചയത്തിൽ ഈ നിലക്ക് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകളുണ്ടാകും. മൊഹീദ്ദീൻ ശൈഖിനെ കുറിച്ച്, മമ്പുറം തങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ റിഫായി ശൈഖിനെ കുറിച്ച്, CM മടവൂരിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. അവരൊക്കെ ലോകം നിയന്ത്രിക്കുന്നവരാണ്.
മരിച്ചാലും കൂടുതൽ ശക്തിയും കഴിവും നൽകപ്പെട്ടവരാണ്, മഴ നൽകുന്നവരാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാണ്, ജീവിച്ചവരെ മരിപ്പിക്കുന്നവരാണ്, രോഗം മാറ്റുന്നവരാണ്. അവരെ ജാറങ്ങളിലേക്ക് മക്ബറകളിലേക്ക് യാത്ര പോയാൽ മതി, അവിടേക്ക് പ്രത്യേക സിയാറത്ത് യാത്രകൾ നടത്തിയാൽ മതി, എല്ലാം പരിഹരിച്ചു കിട്ടും, എല്ലാം നീങ്ങിക്കിട്ടും. അങ്ങനെ പഠിപ്പിക്കപ്പെടുകയാണ്. ഈ നൂറ്റാണ്ടിൽ ഈ കാലത്ത് അത്തരം ആളുകളുടെ വിശ്വാസത്തിലെ ലോക നിയന്ത്രകൻ എന്ന് പറഞ്ഞാൽ 30 വർഷങ്ങൾക്കപ്പുറം മരണപ്പെട്ട CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അവിടെ വലിയ ജാറമുണ്ട്. ആ ജാറത്തിലേക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ പോകുന്നു. സഹോദരങ്ങളെ, എന്താണ് 4 ഖുലഫാഇന്റെ വിഷയത്തിൽ അങ്ങനെ ഒന്ന് പഠിപ്പിക്കപ്പെടാത്തത്? അവർ ലോകം നിയന്ത്രിക്കുന്നവരായിരുന്നോ? അല്ല. അവർക്കതിന് കഴിവ് നൽകപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അറിയപ്പെട്ട 4 ഇമാമുമാർ, ആ ഇമാമുമാരുടെ ചരിത്രം നമ്മൾ എടുക്കുക. ഇമാം അബു ഹനീഫ റഹിമഉല്ല, ഇമാം മാലിക് റഹിമഉല്ല, ഇമാം ഷാഫിഈ റഹിമഉല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല, 4 പേരെയും എടുക്കുക. അവരാരും ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ടവരോ ആ രൂപത്തിലുള്ള വിശ്വാസം പ്രചരിപ്പിച്ചവരോ അല്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ ഇന്നും വായിക്കേണ്ടി വരുന്നു, അവർ ഇന്നും കേൾക്കേണ്ടി വരുന്നു. എന്താണ് ഈ സമൂഹം പഠിപ്പിക്കപ്പെടുന്നത്? 4 കുത്തുബുകൾ, ലോകം നിയന്ത്രിക്കാൻ കഴിവ് നൽകപ്പെട്ട 4 ആളുകൾ, അവർ നിലകൊള്ളുന്ന ആത്മീയ ലോകത്തെ അനുഗമിച്ചുകൊണ്ടാണ്, പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. 4 ജാറങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്ന് ദസൂഖി ത്വരീഖത്താണ്, അതുപോലെ തന്നെ പിന്നെ ബദവി ത്വരീഖത്താണ്, അതുപോലെ ജീലാനി ത്വരീഖത്താണ്, അതുപോലെ തന്നെ റിഫായി ത്വരീഖത്താണ്. ഈ ത്വരീഖത്തുകൾ ഇങ്ങനെ മാറും. 4 ഉണ്ടാകും, 5 ഉണ്ടാകും, അതേപോലെ 10 ഉണ്ടാകും, പലതും ഉണ്ടാകും. എല്ലാം വ്യാജമായതുകൊണ്ടാണ് ഒന്നിൽ നിൽക്കാത്തത്. വ്യാജമായ കാര്യങ്ങൾക്കാണല്ലോ ഒരുപാട് വിശേഷണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങളും ആവശ്യമായി വരിക. യഥാർത്ഥത്തിൽ ഉള്ളതാണോ, മൂല്യമുള്ളതാണോ, ഒറ്റ വിശേഷണം മതി, ഒറ്റ രൂപം മതി, ഒരുപാട് രൂപങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേർമാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗമാണ്. ആരൊക്കെയാണ്? മിനൻ നബിയീന, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീന, സുദ്ദീഖീങ്ങൾ, വശുഹദാ, ശുഹദാക്കൾ, വസ്വാലിഹീൻ, സൽവൃത്തരായ ആളുകൾ. അവിടെ എവിടെയും സൂഫി സങ്കല്പത്തിലുള്ള മിനൽ അഖ്താബ്, ലോകം നിയന്ത്രിക്കാൻ കഴിവ് നൽകപ്പെട്ടവർ എന്ന ഒരു പ്രയോഗം കാണുന്നില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഇടമില്ലാത്ത, സ്ഥാനമില്ലാത്ത, വ്യാജമായ കെട്ടിയുണ്ടാക്കിയ ഒരു പ്രയോഗമാണ് കുത്തുബ്, അഖ്താബ് എന്ന പ്രയോഗം. ദീനുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പാമര ജനങ്ങൾ അത് പഠിപ്പിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നിമിഷങ്ങളിൽ കൊടുത്ത 10 ഉപദേശങ്ങളുണ്ട്, വസിയത്തുകളുണ്ട്. ആ വസിയത്തുകളിൽ 10ാമത്തേത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീൽ ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ എന്നാണ്. ഒരൊറ്റ വര വരച്ചു, ഒറ്റ വരയാണ്. ആ വര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതാകുന്നു നേരായ മാർഗം, വക്രതയില്ലാത്ത, കളങ്കമില്ലാത്ത, ചതിയില്ലാത്ത, ചൂഷണമില്ലാത്ത, വഞ്ചനയില്ലാത്ത വിശുദ്ധമായ മാർഗം ഇതാണ്. ആ മാർഗത്തെ പിൻപറ്റുക. അതിൻ്റെ അപ്പുറം പൈശാചികമായി നിർമ്മിതമായിട്ടുള്ള പല വഴികളും ഉണ്ടാകും. അതിലേക്ക് നിങ്ങൾ പോകരുത്, പ്രവേശിക്കരുത്. നിങ്ങൾ പിഴച്ചു പോകും, തെറ്റിപ്പോകും. ആരാ ഇത് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഉപദേശം പച്ചയായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ സഹോദരങ്ങളെ, ഒരു ത്വരീഖത്തിന്റെ ആവശ്യമല്ല. ജീലാനി ത്വരീഖത്ത്, റിഫായി ത്വരീഖത്ത്, ഖാദിരി ത്വരീഖത്ത്, നക്ഷബന്ദി ത്വരീഖത്ത്, സഹ്റവന്ദി ത്വരീഖത്ത്, ബദവി ത്വരീഖത്ത് ഒന്നും വേണ്ട. ഒറ്റ ത്വരീഖത്ത്, സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം.
ആ നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, കൈപ്പിടിച്ചുയർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതൊരിക്കലും മറന്നു പോകരുത്. പിന്നെ നോക്കൂ നിങ്ങൾ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും നമുക്ക് നേരിട്ട് വിളിക്കാനുള്ളത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഒരു സംശയവുമില്ല. ഒരു വിശ്വാസിക്ക് സംശയമുണ്ടോ? ഒരിക്കലും ഇല്ല. സംശയമുണ്ടെങ്കിൽ ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിക്കുക. അല്ലാ എന്ന വിളിയല്ലാതെ, റബ്ബേ എന്ന വിളിയല്ലാതെ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നാമങ്ങൾ ചേർന്ന് വരുന്ന വിളികളല്ലാതെ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പേര് വിളിച്ചുകൊണ്ട്, ഏതെങ്കിലും കാലഘട്ടത്തിൽ ജീവിച്ച സ്വാലിഹീങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട്, ഏതെങ്കിലും കാലഘട്ടത്തിലുണ്ടായ ബീവിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒന്നും ഖുർആനിൽ കാണുകയില്ല. ആസിയ ബീവിയെക്കുറിച്ചുണ്ട്, മറിയം ബീവിയെക്കുറിച്ചുണ്ട്, ആയിഷ ഉമ്മയെക്കുറിച്ചുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായ മറ്റുള്ള നമ്മുടെ ഉമ്മമാരെ കുറിച്ചുണ്ട്. ആരെല്ലാം കുറിച്ചുണ്ട്? എന്തേ സഹോദരങ്ങളെ അവരെയൊന്നും വിളിച്ച് പ്രാർത്ഥിക്കാനും വിളിച്ച് തേടാനും അള്ളാന്റെ കലാമിൽ കാണാത്തത്? അത് റബ്ബിന്റെ അവകാശമാണ്. അല്ലാ എന്ന് വിളിച്ച് നമുക്ക് സാധിച്ചു കിട്ടേണ്ട ഒരു കാര്യം, കാരണങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ളവൻ അല്ല മാത്രമാണ്. അല്ല മാത്രമാണ്. നമ്മെ ബാധിച്ച രോഗം, ആ രോഗത്തെ മരുന്നു മുഖേനയും അല്ലാതെയും മാറ്റിത്തരാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഈ ബോധം ഒരിക്കലും മറന്നു പോകരുത്. ഈ വിശ്വാസം ഒരിക്കലും തെറ്റിക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക്, അമ്പംകുന്ന് ജാറത്തിലേക്ക്, ബീരാൻ ഔലിയ പാപ്പാന്റെ ജാറത്തിലേക്ക്, കാഞ്ഞിരപ്പുഴയിലെ ജാറത്തിലേക്ക്, നാട്ടുകല്ല് ജാറത്തിലേക്ക്, പിന്നെ മമ്പുറം ജാറത്തിലേക്ക് ഓടേണ്ടതില്ല, പോകേണ്ടതില്ല. ജാറ സങ്കല്പം എന്നത് ഇസ്ലാമിൻ്റെതല്ല. അതുകൊണ്ടാ പോകണ്ടാത്തത്. മറിച്ച് എവിടെ പോണം? ലികുല്ലി ദാഇൻ ദവാ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സ തേടുക, അടുത്തുള്ള ക്ലിനിക്കിലേക്ക് പോവുക, ഹോസ്പിറ്റലിലേക്ക് പോവുക, വിദഗ്ധരായ ഡോക്ടർമാരെ കാണുക. അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ അള്ള വെച്ച കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ ഇല്ല എന്ന് വെക്കുക. നമ്മുടെ രോഗത്തെ മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. ഈ ബോധത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുകയാണ് സമൂഹം. നേരിട്ട് മരണപ്പെട്ടവരെ വിളിക്കാൻ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ പ്രമേയം പാസാക്കിയിട്ട്, സാധാ ഒരു ലേഖനമൊന്നുമല്ല. പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേക വാചകങ്ങളിലൂടെ എഴുതി, അത് വായിക്കേണ്ടവർ വായിച്ച്, ഒപ്പുവെക്കേണ്ടവർ ഒപ്പുവെച്ച്, സമയം കണക്കാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് പാസാക്കി എടുക്കുന്ന കാര്യത്തിനാണ് പ്രമേയമെന്ന് പറയുക. ആ നിലക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ വിശ്വാസത്തെ കൊള്ളയടിക്കാൻ, വിശ്വാസത്തെ കവർന്നെടുക്കാൻ, വിശ്വാസത്തെ മോഷ്ടിക്കാൻ പ്രമേയം പാസാക്കി. മരണപ്പെട്ടവർ, മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ മരിച്ച ഒരാളെ, ഉദാഹരണമായി പറഞ്ഞാൽ മമ്പുറന്തങ്ങൾ, മമ്പുറന്തങ്ങളുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അല്ലാ എനിക്ക് സന്താന സൗഭാഗ്യം നൽകണേ, എന്റെ പ്രയാസങ്ങൾ നീക്കണേ. ഇതാണ് ഇടതേട്ടം എന്ന് പറഞ്ഞാൽ. ഈ ഇടതേട്ടം നിഷിദ്ധമാണ്. അത് പുത്തനാചാരമാണ്. അത് വഴിയെ കൊണ്ടെത്തിക്കുക. മമ്പുറന്തങ്ങളെ എന്നെ കാക്കണേ, ബദരീങ്ങളെ എന്നെ കാക്കണേ, ഓമാനൂർ ശുഹദാക്കളെ ഞങ്ങളെ കാക്കണേ, ഇങ്ങനെ പറയുന്ന അവസ്ഥയിലേക്കാൾ ഒരു ചെറിയ തീപ്പൊരി ഉണങ്ങിക്കിടക്കുന്ന ഇലകൾക്കിടയിലേക്ക് വീണാൽ അല്പസമയത്തിനകം അവിടെ ആളിക്കത്തുന്ന പോലെ സഹോദരങ്ങളെ, ശിർക്കെന്ന മഹാപാപത്തിലേക്ക് പാമരജനങ്ങൾ തള്ളപ്പെടുകയാണ്, ആനയിക്കപ്പെടുകയാണ്, അലങ്കരിക്കപ്പെടുകയാണ്. അവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞില്ല നേരിട്ട് വിളിക്കൽ. എടിയിലൊന്നും വേണ്ട, നേരിട്ട് വിളിക്കുക. നേരിട്ട് വിളിക്കുക പറഞ്ഞാൽ യാ അഹ്ല ബദർ, ബദർ ശുഹദാക്കളെ, യാ ശൈഖന, യാ ഹബീബന, യാ സയ്യിദന, യാ മൗലാന, ഇങ്ങനെ നേരിട്ട് വിളിക്കുക.
ഒരു ഇടയിലും ആരും ആവശ്യമല്ല, നേരിട്ട് തന്നെ വിളിക്കുക. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ഖുർആനിൽ ഇത് പഠിപ്പിക്കാൻ ചില പദങ്ങൾ അല്ലാഹു പ്രയോഗിച്ചു. ആ പദങ്ങളെല്ലാം പ്രവാചകന്മാരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചത്. അതിലൊരു പ്രയോഗം നോക്കൂ നിങ്ങൾ. നാദ എന്ന പ്രയോഗമാണ്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നാദ അല്ലാഹനെ നേരിട്ട് വിളിച്ചു. അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാം നേരിട്ട് വിളിച്ചു. അവിടെയെല്ലാം നാദ എന്ന പ്രയോഗം നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു പ്രയോഗമാണ് ദഅ അല്ലെങ്കിൽ യദ്ഉ എന്ന പ്രയോഗം. നേരിട്ട് വിളിച്ചു. പ്രവാചകന്മാർ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് കാണാം. അത് ഒഴിവാക്കി അല്ലാഹു അല്ലാത്തവരെ, മരിച്ചവരെ വിളിക്കാനും തേടാനും പഠിപ്പിക്കപ്പെടുകയാണ്. എന്തുമാത്രം വലിയ അപകടമാണ് നോക്കൂ നിങ്ങൾ. ഇനി നമ്മുടെ സമൂഹം ഏതെങ്കിലും ഒരു കുപ്രസിദ്ധമായ പൈശാചികമായി വർണ്ണിക്കപ്പെട്ട ഒരു ജാറത്തിലേക്ക് പോകുമ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ എന്താണ്? സന്താനം കിട്ടാൻ, കുട്ടികളെ കിട്ടാൻ, മകന്റെ ജോലി ശരിയാകാൻ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ. ഇതൊക്കെയല്ലേ പറയല്? കൂട്ടരെ, ഇതൊക്കെ പ്രവാചകന്മാർക്കുണ്ടായില്ലേ? രോഗമുണ്ടായില്ലേ? സന്താനങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെട്ടില്ലേ? ശാരീരിക മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയില്ലേ? എന്താ അവരൊക്കെ ചെയ്തത്? വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹനെ വിളിച്ചു. തന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ വിളിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു, അല്ലാഹനെ വിളിച്ചു. ഹസ്ബി അല്ലാഹ്, എൻ്റെ അല്ല മതി, വേറെ ആരും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരിക മാനസിക മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ഖുർആൻ എടുത്തു പറഞ്ഞു, പ്രവാചകരെ, മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ശത്രുക്കൾ നിങ്ങളെ വേട്ടയാടുന്നു, നിങ്ങളെ വേദനിപ്പിക്കുന്നു. വകഫാ ബിറബ്ബിക ഹാദിയം വനസീറാ, വകഫാ ബിറബ്ബിക ഹാദിയം വനസീറാ. എന്തൊരു സന്തോഷ വാർത്തയാണ്! എന്തുമാത്രം വലിയ സമാധാനിപ്പിക്കലാണ്! ഞെട്ടിപ്പോകും, അത്ഭുതപ്പെട്ടു പോകും. വകഫാ ബിറബ്ബിക ഹാദിയം വനസീറാ. അല്ല മതി പ്രവാചകരെ നിങ്ങൾക്ക്, നിങ്ങളെ റബ്ബ് മതിയായവനാണ്. ഇനി എന്താ വേണ്ടത്? ഇതിനെ മറികടക്കാൻ മരണപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഏത് കൊമ്പനാണ് സാധിക്കുക? ആർക്കാ കഴിയ കൂട്ടരെ? ആർക്കും കഴിയില്ല. ഇതാണ് നമ്മൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്. വകഫാ ബിറബ്ബിക ഹാദിയം വനസീറാ. നിങ്ങൾക്ക് വഴി കാണിച്ചു തരാനും നിങ്ങളെ സഹായിക്കാനും റബ്ബ് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് കൊടുത്ത അറിയിപ്പാണ്. അതേ ചോദ്യം ഖുർആൻ നമ്മളോട് ചോദിച്ചു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ല മതിയായില്ലേ? അല്ല പോരെ എന്നാണ്. എന്തിനാ കൂട്ടരെ ഈ ചോദ്യം? ജീവിതത്തിൽ അഖിലവും എൻ്റെ റബ്ബ് മതി, എൻ്റെ റബ്ബിൽ തവക്കുലാക്കിയാൽ, എൻ്റെ റബ്ബിൽ അഭയം തേടിയാൽ എനിക്കവൻ ഒരു മഖ്റജ്, ഒരു പോം വഴി കാണിച്ചു തരും. അത് പൈശാചിക വഴിയല്ല, കുതന്ത്രങ്ങൾ നിറഞ്ഞ വഴിയല്ല, കൃത്രിമ രൂപത്തിലുള്ള വഴിയല്ല. അതാണ് യഥാർത്ഥ വഴിയെന്ന് വിശ്വാസികളായ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അത് അനുവദനീയമാണ് എന്ന വിധി കൊടുത്തു എന്ന് മാത്രമല്ല, പ്രത്യേകം പ്രമേയവും പാസാക്കി. പിന്നെയോ സഹായത്തിന് അപേക്ഷിക്കൽ, അവരെ വിളിച്ച് സഹായം തേടണം. വിപൽഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അവരെ വിളിച്ച് സഹായം തേടണം. അല്ലാഹനെ വിളിച്ച് തേടണം എന്നല്ല. ഏത് ഘട്ടത്തിലും നമുക്ക് സഹായം നൽകാൻ കെൽപ്പുള്ളവൻ, ശേഷിയുള്ളവൻ, ശക്തിയുള്ളവൻ അല്ലാഹ് മാത്രാണ്. നമ്മൾ ഇച്ഛിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എന്തും നടത്താൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, എങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകുക? എങ്ങനെ പട്ടിണി ഉണ്ടാകുക? എങ്ങനെ പരീക്ഷണവും പ്രയാസവും ഉണ്ടാകുക? അതൊക്കെ മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. അങ്ങനെ ഒരു ജീവിതക്രമം അല്ലാഹ് വ്യവസ്ഥപ്പെടുത്തിയിട്ടില്ല. മറിച്ചെന്താണ്? നമുക്കാവശ്യമായതൊക്കെ അല്ലാഹ് സംവിധാനിച്ചു. അത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം ഏൽക്കാനുണ്ടെങ്കിൽ അത് റബ്ബിന്റെ തീരുമാനമാണ്, വേറെ ആരുടെ ഇടപെടലുമല്ല, വേറെ ആരുടെ തീരുമാനവുമല്ല. അതാണ് വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്താ അതിൻ്റെ അർത്ഥം?
നിന്നിൽ തവക്കുലാക്കി ഞങ്ങൾ പോകുന്നു എന്നാണ്. അടുക്കളയിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും വിദ്യാലയത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും നാട്ടിലാണെങ്കിലും മറുനാട്ടിലാണെങ്കിലും നമുക്ക് തവക്കുലാക്കാനുള്ളത് അള്ളാഹുവിലാണ്. അള്ളാഹുവിൽ തവക്കുലാക്കിയവർക്കേ കൂട്ടരെ ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലാത്തൊരു കഴിയൂല. ഇത് നോക്കൂ നിങ്ങൾ, ഈ മരിച്ചവരെ വിളിച്ച് തേടാൻ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാര്യമായി നമ്മൾ കാണുന്ന ഒരു പെട്ടിണ്ടാവും, ഓമാനൂർ ശുഹദാക്കളെ നേർച്ചപ്പെട്ടി. പല സ്ഥലത്തും ഉണ്ടാവും അത്, ഒരു പച്ചപ്പെട്ടി, ഓമാനൂർ ശുഹദാക്കളെ നേർച്ചപ്പെട്ടി. അപ്പം എന്താ ഈ ഓമാനൂർ ശുഹദാക്കൾ? കൊണ്ടോട്ടിക്കടുത്ത് ഓമാനൂർ ആക്രമിക്കപ്പെട്ടവരാണവർ. അവർക്ക് നേരെ വന്ന അക്രമങ്ങളെപ്പോലും തടുക്കാൻ ശേഷിയില്ലാതെ, തടുക്കാൻ കഴിയാതെ, അതിന് മതിയായ സൗകര്യങ്ങൾ സംവിധാനങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെട്ടവരാണവർ. അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ, അവർക്കങ്ങനെ തടുക്കാനും അതിജയിക്കാനും സാധിച്ചിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അത് ആ സമയത്ത് ഉപയോഗപ്പെടുത്തുമല്ലോ. ശത്രുക്കൾ വെട്ടുമ്പോൾ, അവർ ആക്രമിക്കുമ്പോൾ, അപ്പോഴല്ലേ ആ കഴിവ് തെളിയിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ശത്രുക്കളുടെ അക്രമം നേരിട്ട് മരണപ്പെട്ടവരാണവർ. അവരുടെ തടി കാക്കാൻ പോലും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇതാ ഖുർആൻ പഠിപ്പിച്ചത്. സ്വന്തത്തിന് പോലും ഉപകാരം ചെയ്യാൻ സാധിക്കാത്ത, സ്വന്തത്തിന് പോലും ഉപദ്രവം തടുക്കാൻ കഴിയാത്ത ആളുകളെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്. അവരോടാണ് നിങ്ങൾ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ പറയുന്നത്. ഇത് ഓമാനൂർ ശുഹദാക്കളുടെ മൗലീദാണ്. അവരെ പോരിശ പറയാൻ വേണ്ടി എഴുതപ്പെട്ട മൗലീദാണ്. ഇതിൽ കാണാ, അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീന അഗീസൂനാ ഇദസ്തദ്ദത് അലൈനാ കറായിബു ലൈസ ഫീഹാ മൻ യഖീനാ. ആരെ വിളിക്കണത്? അയാ ശുഹദാ, ഓമാനൂർ ശുഹദാക്കളെ, ഇന്നാ ഖദ് ഖസദ്നാ, ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നു. ഇലൈക്കും ലിൽ ഇഗാസതി സായിലീന, നിങ്ങളോട് സഹായം തേടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അഗീസൂന, ഞങ്ങളെ സഹായിക്കണം. ഇദസ്തദ്ദത് അലൈനാ കറായിബ്, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൊണ്ട് ഞങ്ങൾ ആകപ്പാടെ തളരുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ലൈസ ഫീഹാ മൻ യഖീനാ, ആ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾക്ക് കാവൽ തരാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഓമാനൂർ ശുഹദാക്കളെ വിളിച്ച് വീട്ടിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന്, മദ്രസയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് പറയാ, അവർക്ക് നേരെ വന്ന വെട്ട് തടുക്കാൻ ഓലെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ്. ഇനി ഈ മൗലിദിന്റെ വരിയിൽ തന്നെ പ്രയോഗിക്കപ്പെട്ട ഒരു പദം നോക്കൂ നിങ്ങൾ, കറായിബ് എന്നാണ്. കറായിബ് എന്താ? കറായിബ് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന, ദുആഉൽ കർബ്, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് എന്ത് വിലയാണ്? ആ പ്രാർത്ഥനയല്ലേ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, അതല്ലേ ഉരുവിടേണ്ടത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനിർമ്മിത കറുത്ത വരികളിൽ ആശ്രയം കണ്ടെത്തുന്നവർ, അഭയം തേടുന്നവർ എത്രത്തോളം ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കർബുണ്ടായപ്പോ, ബുദ്ധിമുട്ടുണ്ടായപ്പോ അവിടുന്ന് പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, സർവം നിയന്ത്രിക്കുന്ന അല്ലാഹ്, എല്ലാം നിയന്ത്രിക്കുന്നവനെ, അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കിത്താ. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന, കണ്ണ് ഇമ വെട്ടുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത്. അത്രത്തോളം ശക്തി എനിക്കില്ല, അത്ര പോലും ശക്തി എനിക്കില്ല, എന്നെ ഏൽപ്പിക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കേൾക്കുന്നവരാലോചിക്കുക, ഈ കറുത്ത വരികളാണോ നമുക്ക് വേണ്ടത്? അതല്ല, വഹയിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണോ നമുക്ക് വേണ്ടത്? അതാണോ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കേണ്ടത്? വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഇങ്ങനെ ഓരോന്നും എടുത്തു പരിശോധിക്കപ്പെട്ടാൽ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ജീർണതകൾ, അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ശകുനവിശ്വാസമില്ലാത്ത വീടുണ്ടോ? ശകുനവിശ്വാസം എന്താ? ശകുനം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത
ദിവസങ്ങൾ എന്നാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഉണ്ടോ ദിവസങ്ങൾ? ആരാ ദിവസങ്ങളെ കണക്കാക്കിയത്? ആരാ മാസങ്ങളെ കണക്കാക്കിയത്? ആരാ വർഷങ്ങളെയും മണിക്കൂറുകളെയും സെക്കൻഡുകളെയും കണക്കാക്കിയത്? അള്ളാഹുവാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ശകുനം നിശ്ചയിച്ചിട്ടില്ല. ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റൂല, അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, ഇന്ന സമയത്താണ് ചെയ്യേണ്ടത്, സമയം തെറ്റാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസേ പറ്റൂ, ഇന്ന മാസേ പറ്റൂ. പെരുന്നാൾ അങ്ങനെയാണ്, ജുമ അങ്ങനെയാണ്, നോമ്പ് അങ്ങനെയാണ്, ഹജ്ജ് അങ്ങനെയാണ്. ഒരാൾ റമദാനിൽ ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചു, നടക്കൂല. റമദാനിൽ ഹജ്ജില്ല. അത് ശവ്വാൽ മുതലാണ്. ശവ്വാൽ മുതൽ ആരംഭിച്ച് ദുൽഖഅദ് അവസാനം ദുൽഹിജ്ജ ആദ്യ 10 അവസാനത്തെ 3 ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ കാര്യങ്ങൾ. ഇങ്ങനെ ഇസ്ലാമിലുണ്ട്. മറിച്ച് ചൊവ്വാഴ്ച പാടില്ല, മാസത്തിലെ അവസാന ബുധനാഴ്ച പാടില്ല. ഇങ്ങനെയുണ്ടോ ഒരു സംഗതി? ആരാ ഇത് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തീറത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ശകുനമില്ല, ശകുനമില്ല. ഇന്നമ തീറ ശിർക്കുൻ. ശകുനം ശിർക്കാണ്, അവിശ്വാസം ശിർക്കാണ്. അല്ലാഹ് തീരുമാനിക്കാത്ത ഒരു കാര്യം തീരുമാനിക്കുക, അല്ലാഹ് നിശ്ചയിക്കാത്ത ഒരു കാര്യം നിശ്ചയിക്കുക. എന്നിട്ടോ എന്തൊക്കെ പാടില്ല? എല്ലാ അറബി മാസങ്ങളിൽ നിന്നും താഴെ പറയുന്ന ദിവസങ്ങളിൽ പുതുവസ്ത്രം ധരിക്കുക, വിവാഹം ചെയ്യുക, വൃക്ഷങ്ങൾ നടുക, കിണർ കുഴിക്കുക, കെട്ടിടമുണ്ടാക്കുക, ഭരണാധികാരിയെ സമീപിക്കുക എന്നീ പ്രധാന കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. 3, 5, 13, 16, 21, 24, 25 ഒടുവിലെ ബുധൻ. ഒരു മാസത്തെ ഇത്ര ദിവസങ്ങളും അവസാനത്തെ ബുധനും ഇതിനൊന്നും പറ്റൂല എന്നാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇത് ശരിയാകുക? ഇത് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ശകുന വിശ്വാസം ശുദ്ധ വൈരുദ്ധ്യമാണ് എന്ന് പറയേണ്ടി വരുന്നത്? ഈ വരികളിലെ ഒരു പ്രയോഗം നോക്കൂ നിങ്ങൾ. എന്നീ പ്രധാന കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ എണ്ണപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാന കാര്യങ്ങളാണ് എന്നുറപ്പായി. എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ദിവസം നിർബന്ധമായും 5 നേരം നിർവഹിക്കേണ്ട നിസ്കാരം, ആ നിസ്കാരം ഈ ദിവസങ്ങളിൽ പാടുണ്ടോ? ശകുന ദിവസങ്ങളിൽ ഏറ്റവും നല്ല കർമ്മമായി ഇസ്ലാം പഠിപ്പിച്ച നിസ്കാരം പറ്റുമോ? റമദാനിൽ ഈ ദിവസങ്ങളിൽ നോമ്പ് പാടുണ്ടോ? അവസാന ബുധൻ എന്ന് പറഞ്ഞാൽ അവസാന 10 ഇഅ്തികാഫ് പറ്റുമോ? അവസാന ബുധനിൽ ഒറ്റയിട്ട രാവ് വന്നാൽ അന്ന് ലൈലത്തുൽ ഖദർ ഇറങ്ങുമോ, ഉണ്ടാകുമോ, സംഭവിക്കുമോ? എന്തൊക്കെ സംശയിക്ക. ഉംറക്ക് പോകാൻ പറ്റുമോ? ഒക്കെ സംശയിക്ക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ ഉള്ളതാണ്. കല്യാണം കഴിക്കൽ, നല്ല വസ്ത്രം ധരിക്കൽ, കിണറുണ്ടാക്കൽ, വീടുണ്ടാക്കൽ, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതൊന്നും പറ്റൂല, ഇതൊക്കെ പറ്റും. ഇതാണ് വൈരുദ്ധ്യം. ശകുന വിശ്വാസം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. അതുള്ള കലണ്ടറുകൾ കത്തിച്ച് കളയണം. സുപ്രഭാതവും സിറാജും ഒക്കെ ഉണ്ടാകും പല ആളുകളുടെയും വീട്ടിൽ. അതിൽ ഓരോ പേജിലുണ്ടാകും, ഓരോ മാസത്തെ പേജിലും ശകുന ദിവസങ്ങൾ. എന്തൊരു കഷ്ടാലോചിക്കണി. പെണ്ണന്വേഷിക്കാൻ പറ്റൂല, നിക്കാഹ് ഉറപ്പിക്കാൻ പറ്റൂല, ഒരു വീട് ആരംഭിക്കാൻ പറ്റൂല, പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ പറ്റൂല. ഇത്രത്തോളം അന്ധവിശ്വാസങ്ങളിൽ സമൂഹത്തെ തളച്ചിടാൻ മാത്രം നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ആളുകൾ ഇന്നും ജീവിക്കുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രയാണത്തിന്റെ പ്രസക്തി. ഇത് മനസ്സിലാക്കണം. ഇത് ചില്ലറ കാര്യമല്ല, ഇത് മാരകമായ വിഷമാണ്. അഥവാ വിശ്വാസത്തിൽ കലർന്ന വിഷമാണ്. വിശ്വാസം ഏറ്റവും മധുരമുള്ള ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി അത് ഉരുട്ടി തിന്നുകയാണ്. സാധാരണ നിലക്ക് ഭക്ഷണത്തിൽ ഒരു ചെറിയ പ്രാണി വീണാൽ ആ ഭാഗം എടുത്തൊഴിവാക്കുന്ന ആൾക്കാരാണ്, അല്ലേ? എന്തെങ്കിലും ഒരു പുളിപ്പോ എന്തെങ്കിലും ഒരു മണം മാറ്റമൊക്കെ ഉണ്ടായാൽ അത് ഒഴിവാക്കും നമ്മൾ. കാരണം ആ ഭക്ഷണം ശരീരത്തിലേക്ക് ചെന്ന് പനി ഉണ്ടാകും, എന്തും സംഭവിക്കാം. ആ പേടി കൊണ്ട് മാറ്റും. നോക്കൂ നിങ്ങൾ, വിശ്വാസത്തിൽ വിഷം കലർത്തി മനുഷ്യന്റെ മനസ്സിനെ മലീമസമാക്കുന്ന ആളുകൾ അവർ സമൂഹത്തിലുണ്ട്.
അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി, വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ഇത്തരത്തിലുള്ള ദൗത്യ നിർവഹണവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപാട് ആത്മീയ തട്ടിപ്പ് സദസ്സുകൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഓരോ ഉസ്താദുമാരുടെ കീഴിലും സദസ്സുകളാണ്. അവർക്ക് വേണ്ടതുപോലെ, ആവശ്യമുള്ളതുപോലെ അൽഫാത്തിയ വിളിപ്പിക്കുന്നു, യാസീൻ ഓതിപ്പിക്കുന്നു, നിർമ്മിത സ്വലാത്തുകൾ ചൊല്ലിപ്പിക്കുന്നു, വ്യാജ ദിക്റുകൾ ചൊല്ലിപ്പിക്കുന്നു. സാധാരണക്കാർ കണ്ണീർ വാർത്ത് തല താഴ്ത്തി വളരെ ഭവ്യതയോടെ അതൊക്കെ കേട്ട് ഇതൊക്കെ ഇസ്ലാമാണ്, ഈമാനാണ്, പരലോകത്തേക്കുള്ളതാണ് എന്നതിലേക്ക് വിചാരിച്ച് വിശ്വസിച്ചു പോകുന്നു. സഹോദരങ്ങളെ, ഗുരുതരമാണ്, അപകടമാണ്. നമ്മുടെ ഒരു വാക്കിലൂടെ, ഒരു എഴുത്തിലൂടെ, ഒരു ഇടപെടലിലൂടെ ഒരാളെ പിറകോട്ട് വലിക്കാൻ സാധിച്ചാൽ അത് പരലോകത്ത് ഏറ്റവും വലിയ നേട്ടമാണ്. ഇവിടെ സമ്പാദിച്ചു കൂട്ടിയതിനേക്കാൾ നമുക്ക് വലിയ നേട്ടം ആത്മീയ തട്ടിപ്പ് സരസ്സുകൾക്ക് അടിമപ്പെട്ട ഒരു ഉമ്മയെ, ഒരു സഹോദരിയെ, ഒരു പെങ്ങളെ, ഒരു അനുജത്തിയെ, ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ഇവിടെ ആയുസ്സിൽ സ്വരൂപിച്ചു കൂട്ടിയ സകല സമ്പാദ്യങ്ങളെക്കാളും സ്വർഗത്തിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ട്, വലിയ ഒരു സമ്പാദ്യം അതാകുമെന്ന് മനസ്സിലാക്കണം. അത്രത്തോളം നമ്മൾ ഇടപെടണം. ആത്മീയ തട്ടിപ്പ് സരസ്സുകൾ പള്ളികളിലുണ്ട്. മജ്ലിസുന്നൂർ, മഹദറത്തുൽ ബദരിയ, ആ പേരിലൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ EK വിഭാഗ സമസ്തക്കാർ മജ്ലിസുന്നൂർ എന്ന പേരിലാണ്. ഇത് ഒരാൾ അനുവാദം കൊടുത്തതാണ്. എന്താണ്? ബദറുമാലയാണ്. ഇതിൽ വേറൊന്നുമല്ല, ബദറുമാല. ഈ ബദറുമാല പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ചൊല്ലുക, ബദരീങ്ങൾ കേൾക്കുമെന്ന് കരുതി അൽഫാത്തിയ വിളിപ്പിക്കുക. ഓരോ തങ്ങന്മാരിലേക്കും ഷെയ്ഖുമാരിലേക്കും അൽഫാത്തിയ ഇങ്ങനെ വിളിപ്പിക്കുക. എന്താ അതിൻ്റെ പിന്നിലുള്ള വിശ്വാസം? ഈ നിക്കാഹിൻ്റെ സരസിലൊക്കെ ഇത്തരം ആളുകളെ നിക്കാഹിൻ്റെ സരസിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്നാ അൽഫാത്തിഹ എന്ന് പറയും. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും കയ്യും കെട്ടിങ്ങാണ്ട് ഇങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഭയങ്കര ചെല്ലൽ, ആമീൻ എന്നൊക്കെ പറയും. അവിടെ ചെല്ലാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നിക്കാഹിന്റെ സരസിൽ അൽഫാത്തിഹക്ക് പ്രസക്തിയില്ല. അൽഫാത്തിഹ എന്നുള്ള സൂറത്ത് തന്നെ അവിടെ ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? ആ സൂറത്ത് അവിടെ ചൊല്ലേണ്ട ആവശ്യം തന്നെയല്ല. പിന്നെന്ത് പ്രസക്തിയുള്ളത്? മറിച്ച് എന്ത് പ്രസക്തിയുണ്ട്? വിവാഹ ജീവിതം നയിക്കണം, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന ആശയം സൂറത്തുൽ ഫാത്തിഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാ സൂറത്തുൽ ഫാത്തിഹ. മരിച്ച വീട്ടിൽ മയ്യത്തെടുക്കാൻ നേരത്തൊരു അൽഫാത്തിഹ, മയ്യത്തി ഏറ്റാൻ നേരത്തൊരു അൽഫാത്തിഹ, മയ്യത്തി ഇറക്കുമ്പോൾ അൽഫാത്തിഹ. അൽഫാത്തിഹ കൊണ്ട് ഏറുന്തല്ലാണ്. ആരാ ഈ സംസ്കാരം പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ജനാസക്ക് സാക്ഷിയായിട്ടുണ്ട്? അവിടുന്ന് ചൊല്ലിയോ പഠിപ്പിച്ചോ? ഇല്ല കൂട്ടരെ. അപ്പൊ അൽഫാത്തിഹ വിളി ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളതല്ല, പ്രമാണങ്ങളിൽ ഉള്ളതല്ല. ഇതേപോലെയാണ് മഹദറത്തുൽ ബദരിയ. ഇത് AP ഉസ്താദുമാർ നടത്തുന്ന കാര്യമാണ്. മഹദറത്തുൽ ബദരിയ ഇതും എന്താണ്? ബദറുമാലയാണ്. ഇത് അള്ളാന്റെ പള്ളിയിൽ വെച്ച് അങ്ങനെ ആടിയും പാടിയും മാസം തോറും ഇങ്ങനെ ചൊല്ലുക. ഇത്തരം അപകടങ്ങളെ, അവസ്ഥകളെ നമ്മൾ തിരിച്ചറിയണം. പല പേരിലുള്ള തട്ടിപ്പ് സരസ്സുകൾ സോഷ്യൽ മീഡിയയിലൂടെ തലപൊക്കി വരുമ്പോൾ അവയെ കരിച്ചു കളയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ ശക്തമായ ഒരു ചങ്ങല തീർക്കാൻ, വേലിക്കെട്ട് തീർക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതെന്തിനാണെന്നറിയോ? നാളെയുടെ ലോകത്ത് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യം, നമ്മുടെ നേരെ ചോദ്യം വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നീ തുറന്നു വായിക്ക്, നിന്റെ കിതാബ് ഒന്ന് വായിക്ക്. വലത് കൈകൊണ്ട് ആ കിതാബ് വായിച്ച്, സഹോദരങ്ങളെ, അതിൽ ഓരോ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, രക്തബന്ധുക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നാം സമ്പാദിച്ചതും പണിയെടുത്തതും അതിലൂടെ നമുക്ക് അല്ലാഹു കണക്കാക്കുന്ന കൂലിയേക്കാൾ പർവ്വത സമാനമായ കൂലി പ്രബോധന മേഖലയിൽ ഇടപെട്ടത് കൊണ്ട് നമ്മളെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രബോധനത്തിൽ ഒരു വാക്ക് പറഞ്ഞു, ഒരു കാര്യം എഴുതി, ഒരു ചർച്ചയിൽ പങ്കെടുത്തു, ഒരു പ്രയാണത്തിന്റെ ഭാഗമായി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സൗകര്യം കൊണ്ടും സമയങ്ങൾ കൊണ്ടും ഞാനിതാ ദഅവത്തിന്റെ ഭാഗമായി പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ സമ്പാദിച്ച് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ
പ്രിയപ്പെട്ടവരെ, നമ്മളിലേക്ക് ചുരുങ്ങാൻ പാടില്ല, നമ്മളിലേക്ക് ഒതുങ്ങാൻ പാടില്ല, നമ്മൾ എന്ന ഭാവത്തിലേക്ക് മാറ്റപ്പെടാൻ പാടില്ല. മറിച്ച് എന്ത് വേണം? അരക്കെട്ട് മുറുക്കി ഇറങ്ങണം, തല ഉയർത്തി ഇറങ്ങണം, മനോധൈര്യം ചോർന്നു പോകാതെ ഇറങ്ങണം. അതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ സംവിധാനങ്ങളെയും അടുത്തറിയുക. പീസ് റേഡിയോ അതുപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്ന പഠനാർഹമായ സംവിധാനമുണ്ട്. തിങ്കളാഴ്ച 1 മണിക്കൂർ 8:30 മുതൽ 9:30 വരെ സ്പോട്ട് ലൈറ്റ് എന്ന സംവിധാനമുണ്ട്, നേർപ്പദമുണ്ട്, ജമീലുണ്ട്, പലതുമുണ്ട്. അതൊക്കെ നമ്മൾ അടുത്തറിയണം. ജാമിയ അൽ ഹിന്ദ് നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെയെങ്കിലും നമ്മൾ നിയ്യത്താക്കണം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് ദീൻ പഠിക്കാൻ താല്പര്യമുണ്ടോ? ബാപ്പ ചോദിക്കണം, ഉമ്മ ചോദിക്കണം. ഓൻ്റെ ഇഷ്ടം എന്താ അറിയില്ല, ഓളെ ഇഷ്ടം എന്താ അറിയില്ല, അങ്ങനെയല്ല, ചേർത്ത് പിടിച്ച് ചോദിക്കണം. എൻ്റെ കുട്ടി പഠിക്കുവോ? പഠിക്കാൻ താല്പര്യമുണ്ടോ? ബാപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഉമ്മാക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾ രണ്ടാളും അതിങ്ങനെ ചർച്ച ചെയ്തു, തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്ക് മതിയാകും നമുക്ക് പരലോകത്ത് വലിയൊരു സമ്പത്തുണ്ടാകാൻ. അതുകൊണ്ട് ആ നിലക്ക് ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് നാളെയുടെ ലോകത്ത് വിജയിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നവരിൽ ഒരംഗമാകാൻ, കണ്ണിയാകാൻ നമുക്ക് സാധിക്കണമെന്ന മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.